അപ്പോൾ ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഇന്നൊരു ചെറിയൊരു ഔട്ടിങ്ങിന് പോകാമെന്ന് വെച്ച്, വേറെ എങ്ങോട്ടും അല്ല, നമ്മളൊരു ബീച്ചിൽ പോകാമെന്ന് വെച്ച് കുറേ നാളായി പോയിട്ട്. അപ്പം അങ്ങനെ അസിക്ക് ഒരു 8-ാം മാസം ആയപ്പോഴായിരുന്നു ഞാൻ ലാസ്റ്റ് പോയിരുന്നത്. പിന്നെ അസി വന്നതിന് ശേഷം പോയിട്ടില്ല. ഇനി അസി ഒന്ന് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി കാണിക്കാമെന്ന് വെച്ച്. കുഞ്ഞുങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഈ പുറത്തൊക്കെ പോയി കാണുന്നത് നല്ല രസമല്ലേ. എപ്പോഴും അവർ വീട്ടിൽ തന്നെ അടച്ചിട്ടായിരുന്നാലും അത്ര നല്ലതല്ലല്ലോ. അങ്ങനെ നമുക്ക് ജസ്റ്റ് ഇന്നൊന്ന് പോകാമെന്ന് വെച്ചു. അങ്ങനെ ഇപ്പം പാക്ക് ചെയ്ത് വന്നപ്പോൾ തന്നെ നമ്മുടെ സാധനങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മളൊക്കെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറയുന്നതിന് മുമ്പ് ക്ഷടപ്പെടാന്ന് പറഞ്ഞ് ഡ്രസ്സ് അങ്ങോട്ട് എടുത്തെടുക്കുക പോവുക. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ. ഒരു ലോഡ് സാധനങ്ങളാണ്. പാക്ക് ചെയ്ത് വന്നപ്പോൾ തന്നെ ഇതൊക്കെ എവിടേക്കാണെന്നൊന്നും അറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ്. കൂടുതലും ഞാൻ പാക്ക് ചെയ്ത സാധനങ്ങൾ കാണിച്ചു തരാം. ഇതിപ്പം ഞാനൊരു ബാഗ് എടുത്തേക്കുവാണ്. അതിന് മോൻ്റെ സാധനങ്ങൾ മാത്രം, അത്യാവശ്യം ഫുഡ് ഐറ്റംസ് വെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇതിപ്പം ജസ്റ്റ് ഇപ്പം ഫുഡൊക്കെ കൊടുത്തിട്ട് കഴുകാൻ വേണ്ടിയിട്ട് വെള്ളവും പിന്നെ ജാറൊക്കെ എന്തിനാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ മറ്റേ കുറുക്കൊക്കെ അടിച്ച് വെച്ചേക്കുവാണ്. ആപ്പിൾ ഞാൻ പുഴുങ്ങിയെടുത്ത് അടിച്ച് വെച്ചതാണ്. ആപ്പിൾ ഒരിത്തിരി ബീട്രൂട്ടും കൊണ്ട് ഇട്ട് അടിച്ചതാണ്. അതിൻ്റെയാണ് ആ കളർ വരുന്നത്. അങ്ങനെ അത് ഞാൻ പിന്നെ സെപ്പറേറ്റ് കുറേ പാത്രത്തിലാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് പെട്ടെന്ന് കേടായിക്കെ പോകത്തില്ലേ. അങ്ങനെ ഞാൻ ജാറും അത് കണക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ മോന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കുഞ്ഞ് പ്ലേറ്റ് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. മറ്റേ ഫുഡ് മേക്കർ സെറ്റാണത്. അങ്ങനെ അതും അതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നതെന്ന് വെച്ചാൽ, അഥവാ അത്യാവശ്യ ഘട്ടമാണെന്നുണ്ടെങ്കിൽ പിന്നെ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ പാൽപ്പൊടി അങ്ങനെ കൊടുക്കാറില്ല അവന്. അപ്പം കുറുക്കും കാര്യങ്ങളും ഒക്കെയാണ് കൊടുക്കുന്നത്. പിന്നെ ജസ്റ്റ് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം എടുത്തേക്കുവാണ്. പിന്നെ നമുക്ക് മെയിൻ അത്യാവശ്യ സാധനം ബിബ്ബാണ്. ബിബ്ബ് നമ്മുടെ കയ്യിലില്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും. കാരണം നമ്മുടെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മൊത്തം അലങ്കോലമാക്കി തരും. അങ്ങനെ പിന്നെ ബിബ്ബും പിന്നെ അത്യാവശ്യം ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ടവലും. അപ്പോൾ ഇത്രയാണ് ഫുഡിൻ്റെ സെറ്റിൽ നമുക്ക് വരുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പം ബാഗിനകത്തുള്ള ഐറ്റംസാണ്. ഇതെപ്പോഴും അവൻ്റെ ബാഗിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ഐറ്റംസാണ്. ഒരു ടവല്, കോട്ടൺ ടവല് കാണും. പിന്നെ ഒരു പോളിസ്റ്റർ ടവല് കാണും. പിന്നെ ഒരു ക്യാപ്പും. ഇപ്പം മഴയൊക്കെ പെട്ടെന്ന് മഴയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാപ്പും കാണും. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഒരു എക്സ്ട്രാ ഒരു ജോഡി ഡ്രസ്സും കാണും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു ഷൂവും പിന്നെ 2 കുപ്പി വെള്ളവും. അതായത് ഇപ്പം ദാഹം നല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അവന് ഫീഡിങ് ബോട്ടിലുണ്ട്. അങ്ങനെ 2 കുപ്പി വെള്ളവും അത്യാവശ്യം എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി പിന്നെ ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ ഒരു ബാഗ് നിറച്ചവൻ്റെ സാധനങ്ങളാണ്. ഇത് എന്ന് പറയുന്നത് അവന് ആവശ്യമുള്ള ഡൈപ്പേഴ്സ്, പിന്നെ അത് ചേഞ്ച് ചെയ്യാനുള്ള ക്ലോത്ത്, പിന്നെ വൈപ്സ്, അങ്ങനെയൊക്കെ ഐറ്റംസാണ് ഈ ഒറയിലുള്ളത്. ഇത് ഇപ്പോൾ 2 ബാഗെന്ന് പറയുന്നത് ഫുള്ള് അസിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ എടുത്തേക്കുന്നത് തന്നെ. അങ്ങനെ പോകാൻ റെഡിയായിട്ടുള്ള ഔട്ട്ഫിറ്റാണിത് ഞങ്ങളുടേത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞാനും പാപ്പായും അനിയനും മാത്രമായിരുന്നു പോയത്. അങ്ങനെ ബീച്ചിലെത്തിയപ്പം കാലൊക്കെ നനയ്ക്കാമെന്ന് പറഞ്ഞാണ് പോയത്. മോനെ ആദ്യമായിട്ട് കാലൊക്കെ നനയ്ക്കണമെന്നുള്ളൊരാഗ്രഹത്തിലാണ് പോയത്. പക്ഷെ നടന്നില്ല. കാരണം നല്ല തിരയുണ്ടായിരുന്നു. പകുതി ബീച്ചിന് ഞാൻ നേരത്തെ പോയതിനെക്കാട്ടി നല്ല ബാക്കിലോട്ട് കടൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം നല്ല കൊക്ക പോലെ ഒരു സൈഡായതുകൊണ്ട് ആർക്കും അങ്ങോട്ട് പോകാനും പറ്റത്തില്ല. പോകാൻ തന്നെ പേടിയുമാണ്. അങ്ങനെ ദൂരെ നിന്ന് അവൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ കാണുമ്പോൾ തന്നെ എന്തോ ഒരു മനസ്സിനൊരു കുളിർമയായിരുന്നു. കാരണം നമ്മൾ അതൊക്കെ കുഞ്ഞുങ്ങൾ അതൊക്കെ കാണുമ്പോൾ നമ്മുടെ റിയാക്ഷൻ നമുക്കും ഒരു പുതിയ അനുഭവമല്ലേ, അവരുടെയൊക്കെ പുതിയ റിയാക്ഷൻസ് കാണുമ്പോൾ ഒക്കെ ഉള്ള. അങ്ങനെ നല്ല തിരയൊക്കെ ആയിരുന്നു. അങ്ങനെ അവൻ ആദ്യമായിട്ട് ബീച്ചാണ്. പിന്നെ നമ്മളെന്തായാലും ബീച്ചിൽ പോയാൽ പിന്നെ കഴിക്കുന്ന കാര്യം ഫസ്റ്റ് അല്ലേ. അങ്ങനെ പിന്നെ ചായയും കടിയൊക്കെ കഴിച്ചു. പിന്നെ കപ്പലണ്ടിയും അത്യാവശ്യം വാങ്ങിച്ച് കഴിച്ചു. അത്ര കൊള്ളില്ലായിരുന്നു. ഒരുമാതിരി തണുത്ത ഒരു മട്ടായിരുന്നു അത്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്നും പറഞ്ഞ് എൻ്റെ അനിയനാണ് മെയിൻ ക്യാമറാമാൻ. അവൻ നല്ലതുപോലെ വീഡിയോ എടുത്തു തരും. അങ്ങനെ അവൻ ഫുൾ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്ത്, അസിയാണെന്നുണ്ടെങ്കിൽ കടലിൽ തന്നെ നോക്കി നിന്നത്. വേറെ എങ്ങോട്ട് വിളിച്ചാൽ പോലും അവൻ നോക്കത്തില്ല. അങ്ങനെ ബീച്ചിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പാർക്കിൽ കയറി. ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവൻ ഏതെങ്കിലും ഒരു റൈഡിൽ കയറ്റണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പാർക്കിലൊക്കെ പോയി. പിന്നെ കുറേയൊക്കെ കണ്ട് നടന്നു. ഒരുവിധം ഈ 6-7 മാസം ആവാൻ പോകുന്നല്ലേ ഉള്ളൂ അവന്. അന്നേരം അധികം റൈഡിലൊന്നും നമുക്ക് കൊണ്ടുപോകാനും പറ്റില്ല, അവനെ തനിയിരുത്താനും പറ്റില്ല. അങ്ങനെ പറ്റുന്ന പിന്നെ ഏകദേശം ഒരു റൈഡ് കിട്ടിയായിരുന്നു. ഒരു ട്രെയിൻ പോലത്തെ ഒരു റൈഡായിരുന്നു. അങ്ങനെ പിന്നെ അവൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട്, ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഞാനും അതിനകത്ത് കയറി. നമ്മൾക്കൊക്കെ ഇത് ഒരു പുതിയൊരു അനുഭവം. കാരണം നമ്മൾ കുഞ്ഞിലെയൊക്കെ കയറിയിട്ടുള്ളതാണ്. പിന്നെ ഇടയ്ക്കൊക്കെ കയറാൻ മടിയും ഒക്കെ നാണക്കേടും ഒക്കെ കാരണം നമ്മൾ കയറത്തുമില്ല. ഇപ്പം മോനുമായിട്ട് കയറുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. മോനെ അതൊക്കെ കണ്ട് ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ നല്ല ഹാപ്പിയായിരുന്നു. കളിയും ചിരിയും കൂവലും ബഹളവും നല്ല രസമായിരുന്നു.
അങ്ങനെ അസിക്ക് ഒരു കണ്ണാടിയും പിന്നെ ബാക്കി ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമേ ഞാനിപ്പോൾ വീഡിയോ എടുത്തുള്ളൂ. അങ്ങനെ കണ്ണാടി ഫസ്റ്റ് വെച്ച് കൊടുക്കുക. അങ്ങനെ അധികം ഇരിക്കത്തില്ല, കാരണം എന്താ അവൻ്റെ കൈ കിട്ടിയാലും അവനെടുത്ത് വായി വെക്കും. അങ്ങനെ കണ്ണാടി വെച്ചെടുത്ത് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാനെന്നും പറഞ്ഞാണ് വെച്ച് കൊടുത്തത്. പക്ഷേ അവൻ്റെ വായി പോവുകയാണ് ചെയ്തത്. പിന്നെ പെട്ടെന്ന് അതിനകത്ത് പിടിച്ച് മാറ്റി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി വെറുതെ ഇങ്ങനെ ജസ്റ്റ് സമയം പോകാൻ നല്ല രസമല്ലേ, പിള്ളേരെയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്ക് അങ്ങനെ കുറേ നേരം അങ്ങനെ സമയം പോയതേ അറിഞ്ഞില്ല. പിന്നെ വീട്ടിൽ വന്നിട്ട് ഇത് കോലം കണ്ടിട്ട് പേടിക്കണ്ട ആരും, കാരണം ഇത് ബീട്രൂട്ടിൻ്റെ കുറുക്ക് കൊടുത്തതാണ് ആ ഫേസിൽ അങ്ങനെ കാണുന്നത്. കാണുമ്പോൾ തെറ്റിദ്ധരിക്കും. അങ്ങനെ ബീട്രൂട്ടൊക്കെ കഴിച്ച് പിന്നെ അവനെ ഒന്ന് കുളിപ്പിച്ചെടുത്ത്, അപ്പോഴത്തേക്ക് വാങ്ങിച്ച ടോയ്സും കാര്യങ്ങളും എല്ലാം അന്നേരം തന്നെ അവൻ്റെ കൈ കൊടുക്കണം. അങ്ങനെ കുറേ നേരം അതൊക്കെ വെച്ച് കളിച്ച് പിന്നെ കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ട് വീണ്ടും കളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി അന്നത്തെ ദിവസം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.